BBA വിദ്യാർത്ഥികൾക്ക് മേജറായിട്ടും അതേപോലെ മൈനറായിട്ടും വരുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന പേപ്പറിൽ 2024 ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇതാണ്: ഫ്രം ദി ഫോളോയിങ് ബാലൻസസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് എ ട്രേഡർ പ്രിപ്പയർ ട്രയൽ ബാലൻസ് ഓഫ് 31st March 2024. ക്യാഷ് ഇൻ ഹാൻഡ് 4,200, ക്യാഷ് അറ്റ് ബാങ്ക് 16,800, ബിൽസ് റിസീവബിൾ 18,000, ബിൽസ് പേയബിൾ 16,000, സൺട്രി ഡെപ്റ്റേഴ്സ് 24,600, സൺട്രി ക്രെഡിറ്റേഴ്സ് 32,400, capital 50,000, drawings 18,000, then sales 1,05,000, purchases 75,000, carriage inward 2,700, salaries 12,000, advertisement 2,400, insurance 1,600, furniture 7,500, stock 18,600, then office rent 2,000. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രയൽ ബാലൻസ് പെർട്ടിക്കുലേഴ്സും അതേപോലെ തന്നെ ഡെബിറ്റും ക്രെഡിറ്റും രണ്ട് എമൗണ്ട് കോളമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ഐറ്റവും ഏതിലാണ്, ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ വരുന്നത് എന്ന് അറിയണം. ഇവിടെ ഓരോ ഐറ്റംസ് നോക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാലും എല്ലാം എന്താണ്? അസറ്റാണ്. അപ്പോൾ ഇവിടെ അസറ്റിനെ ഏത് സൈഡിലാണ് നമ്മൾ കാണിക്കുക? ഡെബിറ്റ് സൈഡിലാണ് അസറ്റിനെ കാണിക്കുന്നത്. ഇനി അടുത്ത് വരുന്ന ബിൽസ് പേയബിൾ ആണ് വരുന്നത്. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാബിലിറ്റിയാണ്. ലാബിലിറ്റിയെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇനി അടുത്ത സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്, എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റിയാണ്, എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ. ദെൻ ക്യാപിറ്റൽ എവിടെയാണ്? ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിലാണ്. ക്യാപിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡ്രോയിങ്സ് കാണിക്കുന്നത്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. ഇൻകം എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ. ദെൻ നെക്സ്റ്റ് കേരേജ് ഇൻവേർഡ്, സാലറീസ്, അഡ്വർടൈസ്മെൻറ്റ്, ഇൻഷുറൻസ്, ഇതൊക്കെ എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ. ദെൻ ഫർണിച്ചർ, സ്റ്റോക്ക്, ഇതൊക്കെ എന്താണ്? അസറ്റാണ്. അസറ്റിന് ഡെബിറ്റ് സൈഡ് കാണിക്കും. ദെൻ നെക്സ്റ്റ് ഓഫീസ് റെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് എവിടെ കാണിക്കണം? ഡെബിറ്റ് സൈഡ് കാണിക്കണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ഇതേ രീതിയിൽ ഒരു ട്രയൽ ബാലൻസിനെ പ്രിപ്പയർ ചെയ്യുന്നു. രണ്ട് സൈഡും എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുന്നു. ഓക്കെ. ഇപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,03,400 എന്ന് ടോട്ടൽ എമൗണ്ട് കിട്ടും. രണ്ട് സൈഡും ഡെബിറ്റും അതേപോലെ തന്നെ ക്രെഡിറ്റും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ റിക്വയർഡ് ലെഡ്ജേഴ്സ് ഫ്രം മിസ്റ്റർ വിജേഷ് ഫോളോയിങ് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. ഓരോ ട്രാൻസാക്ഷൻ്റെയും അക്കൗണ്ടുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh ആണ്. അപ്പോൾ ഇവിടെ വരുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ലെഡ്ജർ അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് വരുന്നത്? അവിടെ ക്യാപിറ്റലും ക്യാഷുമാണ് വരുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ആണ്. അപ്പോൾ അവിടെ ഏതൊക്കെ വരും? ഫർണിച്ചർ വരും, ക്യാഷ് വരും. ദെൻ നെക്സ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. ഇപ്പോൾ പർച്ചേസും ക്യാഷും വരും. ദെൻ അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് ആണ്. ഇപ്പോൾ പർച്ചേസസും എന്തും വരും? മഹേഷ് ആണ് പേര് വന്നിട്ടുള്ള മഹേഷ് അക്കൗണ്ട് വരും. ക്യാഷ് സെയിൽസിന് ക്യാഷും അതേപോലെ സെയിൽസ് അക്കൗണ്ടും. സോൾഡ് ഗുഡ്സ് ടു സ്വാതി, സെയിൽസ് സ്വാതി അക്കൗണ്ട്. വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്, ഡ്രോയിങ്സ് ക്യാഷ്. പെയ്ഡ് സാലറി, സാലറി ക്യാഷ്. പെയ്ഡ് റെൻറ്റ്, റെൻറ്റ് ക്യാഷ്. റിസീവ്ഡ് കമ്മീഷൻ, കമ്മീഷൻ റിസീവ്ഡ് അതേപോലെ ക്യാഷ് എന്നുള്ള ആണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഓരോ ട്രാൻസാക്ഷൻ്റെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമ്മൾ എത്ര അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ റിക്വയർഡ് ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് വരും, ക്യാപിറ്റൽ അക്കൗണ്ട് വരും, ഫർണിച്ചർ അക്കൗണ്ട് വരും, അതേപോലെ പർച്ചേസ് അക്കൗണ്ട് വരും, മഹേഷ് അക്കൗണ്ട് വരും, സെയിൽസ് അക്കൗണ്ട് വരും, സ്വാതി അക്കൗണ്ട് വരും, ഡ്രോയിങ്സ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, റെൻ്റ് അക്കൗണ്ട്, കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട്. ഇത്രയും അക്കൗണ്ടുകളാണ് ഇതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദി പ്രൊവിഷൻ എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു പ്രോവിലസ് അക്കൗണ്ട് ആൻഡ് നെറ്റ് ഡെപ്റ്റേഴ്സ് ബാലൻസ് ടു ബി ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡെപ്റ്റേഴ്സ് തന്നത് എത്രയാണ്? 80,000 ആണ്. ബാഡ് ഡെപ്റ്റ് തന്നത് 2,000 ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 5,000 ആണ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് ഫർദർ ബാഡ് ഡെപ്റ്റ് 500ഉം അതേപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 3% തന്നത്. അപ്പോൾ ഇവിടെ ഇത് വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ അറിയേണ്ടത് ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പ്രൊവിഷൻ, ന്യൂ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. 80,000 ആണ് ഡെപ്റ്റേഴ്സ്. അതിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് വരുന്നത് 500 ആണ്. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 79,500 എന്ന് കിട്ടും. ഇതിൻ്റെ 3% ആണ് നമ്മുടെ പ്രൊവിഷൻ, ന്യൂ പ്രൊവിഷൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ 3% ആണെന്നു. അപ്പോൾ നമുക്ക് 2,385 എന്ന് കിട്ടും.
ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് പ്രോഗ്രസ് അക്കൗണ്ട് കാണിക്കുക എന്നുള്ളതാണ്. പ്രോഗ്രസ് അക്കൗണ്ട് കാണിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റിന് നമ്മൾ കാണിക്കുന്നു, അതിൻ്റെ കൂടെ ഫർദർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യുക. ഇനി ന്യൂ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യണം, ഓൾഡ് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഇതാണ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക 115 മൈനസ് ആണ് കിട്ടുക. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഈ മൈനസ് ചെയ്യുന്ന ഓൾഡ് പ്രൊവിഷൻ എന്നുള്ള പ്രോഗ്രസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചാൽ മതി. ഓക്കെ, ബാഡ് ഡെപ്റ്റ് അതേപോലെ ഫർദർ ബാഡ് ഡെപ്റ്റും ന്യൂ പ്രൊവിഷനും ഡെബിറ്റ് സൈഡിലും ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലും കാണിച്ചാൽ അത് എന്താണ്, നേരത്തെ നമ്മൾ മൈനസ് ആണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്നത്. ഇനി ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ഇത് വരുന്നത്, ഡെപ്റ്റേഴ്സിന് 80,000 നിന്ന് 500 ന്യൂ ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യണം, അതേപോലെ ന്യൂ പ്രൊവിഷൻ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം 2385. അപ്പോൾ നമുക്ക് 77,115 എന്ന് എമൗണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് 77,115 എന്ന് എമൗണ്ട് കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ പ്രോഗ്രസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത മൈനസ് കിട്ടിയതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ ഓൾഡ് പ്രൊവിഷൻ കാണിച്ചത്. ഇനി മൈനസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അത് ആഡ് ന്യൂ പ്രൊവിഷൻ ലെസ് ഓൾഡ് പ്രൊവിഷൻ എന്നുള്ള നിലക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ദി കറണ്ട് ലയബിലിറ്റീസ് ഓഫ് എ കമ്പനി ഈസ് ₹75,000 if the current ratio is 4:1 and the liquid ratio is 1:1. കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്, ലിക്വിഡ് അസറ്റ് ആൻഡ് ഇൻവെൻട്രി എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ കറണ്ട് റേഷ്യോ ആണ് 4:1 ആണ്. അപ്പോൾ 4 എന്ന് പറയുന്നത് കറണ്ട് അസറ്റിനെയും 1 എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ലിക്വിഡ് റേഷ്യോ 1:1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് എന്താണ്, ക്വിക്ക് റേഷ്യോയും അടുത്ത 1 എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് അസറ്റിനെ കാണാൻ ചെയ്യേണ്ടത് എന്താണ്, തന്നിരിക്കുന്നത് നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്, കറണ്ട് ലയബിലിറ്റിയുടെ വാല്യൂ ആണ് തന്നത് 75. അപ്പോൾ തന്ന എമൗണ്ട് എടുക്കുന്നു 75,000. ഇനി ഏതാണ് നമുക്ക് കാണേണ്ടത്, കറണ്ട് റേഷ്യോയിൽ കറണ്ട് അസറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കറണ്ട് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്, കറണ്ട് റേഷ്യോയിൽ 4 ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ബൈ 75,000ൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്, ഇവിടെ 1 ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3 lakh എന്ന് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കിട്ടും. ഇനി രണ്ടാമത് കാണേണ്ടത് എന്താണ്, ലിക്വിഡ് അസറ്റാണ്. ലിക്വിഡ് അസറ്റ് കാണാൻ 75,000 തന്നെ എടുക്കുന്നു, ഇൻറ്റു ലിക്വിഡ് റേഷ്യോ എത്രയാണ്, 1 ആണ്, 1:1 ആയിരുന്നു, അപ്പോൾ ഇൻറ്റു 1 ഡിവൈഡ് ബൈ 75,000ൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്, 1 ആണ്, അപ്പോൾ നമുക്ക് 75,000 എന്ന് ലിക്വിഡ് അസറ്റ് കിട്ടും. ഇനി ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി കുറച്ചാൽ കിട്ടുന്നതാണ് ഇൻവെൻട്രി. അപ്പോൾ 3 lakhൽ നിന്നും 75,000 കുറക്കുന്നു, അപ്പോൾ 2,25,000 എന്ന് നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും, ഇൻവെൻട്രിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ട്രേഡിംഗ് ആൻഡ് പ്രോഗ്രസ് അക്കൗണ്ട് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. ഫൈനൽ അക്കൗണ്ട് എന്നുള്ളതാണ് ചോദിച്ചത്. ട്രയൽ ബാലൻസ് ആണ് തന്നത്, ക്യാപിറ്റൽ 3,60,000, ക്രെഡിറ്റേഴ്സ് 87,200, ദെൻ ബിൽസ് പേയബിൾ 25,270, സെയിൽസ് 7,81,820, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് 1,750, ലോണ് 1,20,000, ഡെപ്റ്റേഴ്സ് 38,850, ദെൻ സാലറീസ് 45,000, ഡിസ്കൗണ്ട് 10,000, ദെൻ ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് 1,61,550, then postage 2,730, then bad debt 2,870, the next വരുന്ന ഇൻട്രസ്റ്റ് 12,950, ഇൻഷുറൻസ് 4,170, മെഷീനറി 1 lakh, ഓപ്പണിംഗ് സ്റ്റോക്ക് 99,450, പർച്ചേസ് 6,20,920, വേജസ് 43,000, ബിൽഡിംഗ് 2,37,800, സെല്ലിംഗ് എക്സ്പെൻസ് 1,750. then value of goods on hand 31st March 2024 എന്ന് പറഞ്ഞിട്ട് 1,43,000 വന്നിട്ടുണ്ട്. ഇതെന്താണ്, ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്, 99,450 ആണ്. പർച്ചേസ് വരുന്നത് 6,20,920 ആണ്. വേജസ് 43,000. ബൈ സെയിൽസ് 7,81,820 ആണ്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, 1,43,000 ആയിരുന്നു. അപ്പോൾ ഇവിടെ കൂടുതൽ വരുന്ന ക്രെഡിറ്റ് സൈഡാണ്, അതിനെ നമ്മൾ കൊടുക്കുന്നു, അതിനെ തന്നെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. അപ്പോൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് 1,61,450 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് രണ്ടാമത് നമ്മൾ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് ഈ ഗ്രോസ് പ്രോഫിറ്റിനെ എടുത്ത് കൊണ്ടുപോകണം. അപ്പം ബൈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് 1,61,450 കാണിക്കുന്നു. ഇനി ഡെബിറ്റ് സൈഡിൽ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയും സാലറീസ് 40,000, ഡിസ്കൗണ്ട് 10,000, പോസ്റ്റേജ് 2,730,
ബാഡ് അപ് ടു 2870, ഇൻട്രസ്റ്റ് 12,450, ഇൻഷുറൻസ് 4,170, സെല്ലിംഗ് എക്സ്പെൻസ് 1,750, ദെൻ ബാഡ് അപ് ടു റിക്കവേർഡ് 1,750. ഇപ്പോൾ ഇവിടെ കൂടുതൽ വരുന്ന ക്രെഡിറ്റ് സൈഡാണ്. 1,63,200 കിട്ടും. അത് തന്നെ ഡെബിറ്റ് സൈഡിലും കാണിക്കുന്നു. ഇപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഇതിൻ്റെ ബാലൻസ്, അതായത് ഈ ടോട്ടലിൽ നിന്നും ഈ ഡെബിറ്റ് സൈഡിലെ എമൗണ്ടുകളെല്ലാം കുറക്കുന്നു. ഇപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 88,730 എന്ന് കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ക്യാപിറ്റൽ കാണിക്കുന്നു 3,60,000. അതിനൂടെ നെറ്റ് പ്രോഫിറ്റിനെ ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സിന് കാണിക്കുന്നു ബിൽസ് പേയബിൾ, അതേപോലെ ലോണ്. ഇതൊക്കെ എന്താണ്? ലാബിലിറ്റികളാണ്. അതിനൊക്കെ ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. ഇത് ഫിസ്റ്റേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ്, മെഷീനറി, ബിൽഡിംഗ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതൊക്കെ എന്താണ്? അസറ്റാണ്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 6,81,200 എന്ന് രണ്ട് സൈഡിലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ഫൈനൽ അക്കൗണ്ടിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇൻസർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇൻസ് മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.